പ്രിയരെ, കന്നുകാലി വളർത്തലിലെ വിജയം, ഒരു ഡയറി ഫാം എങ്ങനെ വിജയിപ്പിക്കണം എന്നതിനെക്കുറിച്ച് ഞാൻ ചെയ്യുന്ന ഒരു സീരീസ് ഓഫ് വീഡിയോയിലെ ഒരു പുതിയ എപ്പിസോഡാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നമ്മൾ തന്നെ നമ്മുടെ ഡയറി മാനേജർ ആകുന്ന കാലം മാത്രമേ നമ്മൾ ഡയറിയിങ്ങിൽ വിജയിക്കുകയുള്ളൂ. ഇപ്പോൾ ധാരാളം വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർ ഈ മേഖലയിൽ വരുന്നുണ്ട്. അവർ ഇറങ്ങുമ്പോൾ ക്യാപിറ്റൽ ഇൻറ്റൻസീവായ ധാരാളം മൂലധനം ആവശ്യമുള്ളൊരു ബിസിനസ്സാണ് ഡയറിയിങ്. അവരുടെ പണം വളരെ വിലപിടിപ്പുള്ളതാണ്. ഇതൊരിക്കലും നഷ്ടത്തിൽ അവസാനിക്കാൻ പാടില്ല എന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇത്തരം വീഡിയോകൾ ഷെയർ ചെയ്യുന്നത്. ഞാൻ പല വീഡിയോയിലും സൂചിപ്പിച്ചിട്ടുണ്ട്, ഞാൻ ഇതിൻ്റെ വിവിധ മേഖലകളിലൂടെ കടന്നുപോയ ആളാണ്. 2001 പശുവിനെ വളർത്തിയപ്പോൾ എല്ലാം മാനുവലായിരുന്നു, ലേബർ ഇൻറ്റൻസീവായിട്ടാണ് ചെയ്തത്. പിന്നീട് ഒരു സെമി ഓട്ടോമാറ്റിക് പാർലറിലേക്ക് കടന്നു. ഇപ്പോൾ ഒരു ഫുള്ളി ഓട്ടോമേറ്റഡ് പാർലറുള്ള ഒരു സംവിധാനമാണ് എൻ്റെ ഫാമിലുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം, മെഷീനുകൾ പാല് തരില്ല. നമുക്ക് വേണ്ടത് നല്ല ആരോഗ്യമുള്ള പശുക്കളാണ് ഫാമിൽ വേണ്ടത്. ഇനി ഞാൻ പെല്ലറ്റ് രഹിത ഫീഡിങ്ങിനെ കുറിച്ചൊക്കെ സംസാരിച്ചിരുന്നു. അപ്പോൾ പല സുഹൃത്തുക്കളും എന്നോട് ഫോൺ വിളിച്ച് ചോദിച്ചു, ഫീഡിങ് രീതി എന്താണ് എന്നും കൂടെ മനസ്സിലാക്കിയാൽ നന്നായിരിക്കുമെന്ന്. നമ്മൾ പശുവിൻ്റെ റൂമൻ ആമാശയം മനസ്സിലാക്കി വേണം ഫീഡ് ചെയ്യാൻ. 2001 ഞാൻ പശുവിനെ വളർത്തി തുടങ്ങുമ്പോൾ എൻ്റെ പശു പരിപാലകൻ പറഞ്ഞ കാര്യം, അദ്ദേഹമായിരുന്നു എൻ്റെ ഗുരു. അദ്ദേഹം പറഞ്ഞതുപോലെയാണ് ഞാൻ പശുവിനെ വളർത്തിയത്. രാവിലെ ഇങ്ങനെ കാടി പെല്ലറ്റ് അതിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ കലക്കി നിറച്ച് വെച്ച് കൊടുക്കും. പശു വളരെ ആർത്തിയോടെ രുചിയോടെ അത് കുടിക്കും. അത് കഴിയുമ്പോൾ കുറച്ച് പുല്ലും വൈക്കോലും ഇട്ട് കൊടുക്കും. പിന്നെ പശു വൈകിട്ട് 4 മണി വരെ, അടുത്ത കറവ് വരെ, ഒരു 2:30, 3, 4 മണി വരെ ഇങ്ങനെ ഒന്നുമില്ലാതെ ഷെഡിൽ അതിൻ്റെ മുമ്പിൽ തീറ്റ ഒന്നുമില്ലാതെ ഇങ്ങനെ കിടക്കും. വീണ്ടും 4 മണി കഴിയുമ്പോൾ 4 മണിക്ക് കറക്കാൻ വരും. അത് കഴിയുമ്പോൾ വീണ്ടും ആഹാരം ഇട്ട് കൊടുക്കും. ഇത് തീർത്തും തെറ്റായ ആഹാര രീതിയായിരുന്നു, പശുവിൻ്റെ തെറ്റായ ഫീഡ് മാനേജ്മെൻറ്റ് രീതിയാണ്. ഒരു കർഷകൻ ഫാമിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പശുവിൻ്റെ ആഹാര രീതിയാണ്. പശു ആഹാരം കൊടുക്കുന്ന സമയത്ത് കർഷകൻ ഫാമിലുണ്ടാകണം. ഏറ്റവും പ്രധാനപ്പെട്ട സമയം പശുവിൻ്റെ ഫീഡിങ് സമയമാണ്. അത് പെർഫെക്റ്റ് ആയിരിക്കണം. അതിൽ യാതൊരു വിട്ടുവീഴ്ചയും വരാൻ പാടില്ല. നമ്മളില്ലാത്ത പക്ഷം അത്രത്തോളം ഉത്തരവാദിത്തോടെ ഭക്ഷണം കൊടുക്കുന്ന, പശുക്കൾക്ക് ഫീഡ് കൊടുക്കുന്ന ആരെങ്കിലും ഫാമിൽ ഉണ്ടാകണം. അതാണ് ഏറ്റവും പ്രധാനം. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ഫോക്കസ് ചെയ്യുന്ന മുഴുവൻ ആഹാര രീതിയെക്കുറിച്ചാണ്. ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു വീഡിയോ കണ്ടു. അതിൽ ഇങ്ങനെ പറഞ്ഞേക്കുന്നത്, പശുവിന് രാത്രിയിൽ ഫീഡ് ചെയ്യുന്നത് അത്ര നല്ലതല്ല, പശു രാത്രിയിൽ അയവട്ടാനുള്ള സമയമാണ് എന്നുള്ളതാണ്. ഷീ ഈസ് ഓൾവേസ് റൈറ്റ്, വി ക്യാൻ ബി റോങ്. പശുവിന് എപ്പോൾ അയവട്ടണം, പശു എപ്പോൾ ആഹാരം കഴിക്കണം, ഇതൊക്കെ പശുവിനറിയാം. നമ്മൾ കേരളത്തിലെ ഒരു നല്ല ശതമാനം കർഷകരും വരുത്തുന്ന പ്രധാനപ്പെട്ട മിസ്റ്റേക്കിലൊന്ന് പശുവിൻ്റെ ആഹാരം കൊടുക്കുന്ന രീതിയിലാണ്. പശുവിന് 24 മണിക്കൂറും പശുവിൻ്റെ മുമ്പിൽ ആഹാരം ഉണ്ടാകണം. 24 മണിക്കൂറും പശുവിൻ്റെ മുമ്പിൽ ആഹാരം ഉണ്ടാകണം. 1. 2, അത് TMR ആയിട്ട് വേണം കൊടുക്കാൻ. TMR എന്ന് പറയുമ്പോൾ ഒരു TMR എന്നൊരു ബ്രാൻഡഡ് ഫീഡിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ടോട്ടൽ മിക്സഡ് റാഷൻ. അതെങ്ങനെയെന്ന് വെച്ചാൽ ഫോറേജുകളും ഫോറേജുകളും കോൺസെൻട്രേറ്റ്സും പിണ്ണാക്കുകളും സമീകൃതമായിട്ട് വേണം കൊടുക്കാൻ. ഒരു കാരണവശാലും സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കരുത്. അത് വെള്ളത്തിൽ കലക്കിയും കൊടുക്കരുത്. 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 1, TMR ഫീഡിങ്. 2, 24 hours ഫീഡിങ്. രാവിലെയും വൈകിട്ടുമാണ് കറവയെങ്കിൽ രാവിലെ കൊടുക്കുന്ന ഭക്ഷണം വൈകിട്ട് വരെയും, വൈകിട്ട് വീണ്ടും കൊടുക്കുന്ന ഭക്ഷണം പിറ്റേ ദിവസം രാവിലെ വരെയും ഉണ്ടാകണം. പശുവിനറിയാം എപ്പോൾ കഴിക്കണമെന്ന്. ഇനി ഇതെന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്ന് നമുക്ക് നോക്കാം. പശുവിൻ്റെ നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ ചപ്പാത്തി കഴിക്കുന്നു, ബിരിയാണി കഴിക്കുന്നു, അപ്പം കഴിക്കുന്നു, പഴങ്ങൾ കഴിക്കുന്നു, എന്ത് കഴിച്ചാലും ദഹിപ്പിക്കുന്നത് എൻസൈംസാണ്. എന്നാൽ നമ്മൾ പശുവിന് ആഹാരം കൊടുക്കുമ്പോൾ പശുവിനല്ല നമ്മൾ ആഹാരം കൊടുക്കുന്നത്, പശുവിൻ്റെ ആമാശയത്തിലുള്ള ബാക്ടീരിയകൾക്കാണ് ആഹാരം കൊടുക്കുന്നത്. പശുവിൻ്റെ ആമാശയത്തിലുള്ള ഈ മൈക്രോബ്സാണ് അതിനെ നമ്മൾ കൊടുക്കുന്ന ആഹാരത്തെ വിഘടിപ്പിച്ച് പശുവിന് ഊർജ്ജമാക്കിയും ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഒരു എനറോബിക് ബാക്ടീരിയകൾ 2 വിധമാണ്, എറോബിക് ആൻഡ് എനറോബിക്. ഓക്സിജൻ വേണ്ടതും ഓക്സിജൻ വേണ്ടാത്തതും. ഓക്സിജൻ വേണ്ടാത്ത ബാക്ടീരിയകളുടെ ഒരു വലിയ ഉറവിടമാണ് പശുവിൻ്റെ റൂമൻ. ഞാൻ ഈ പറയുമ്പോൾ എനിക്കൊരു ഡോക്ടറുടെ അറിവോ വെറ്റിനറി ഡോക്ടറുടെ അറിവോ ഒന്നും എനിക്കില്ല. പക്ഷേ ധാരാളം പ്രഗത്ഭരായ വെറ്റിനറി ഡോക്ടർമാരുമായിട്ടൊക്കെ സംവദിച്ച അറിവുകൾ എനിക്കുണ്ട്.
പിന്നെ അതിൽ നിന്നൊക്കെയാണ് ഞാൻ ഈ ഡയറി മാനേജ്മെൻറ്റ് എന്ന് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ 24 മണിക്കൂറും ഫീഡ് ചെയ്യേണ്ടത് എന്തിന് എന്ന് ചോദിച്ചാൽ, അനറോബിക് ബാക്ടീരിയകൾക്ക് ജീവിക്കണമെങ്കിൽ നല്ല pH എൻവയറമെൻറ്റ് ഉണ്ടാവണം. റൂമൻ pH കറക്റ്റ് ആയിരിക്കണം. റൂമൻ pH ഒരു 6.5 മുതൽ 6.8 വരെ, 6.5 to 6.8 വരെ ആയിരിക്കണം റൂമൻ pH. അതിന് താഴോട്ട് പോയി കഴിഞ്ഞാൽ 6.5 താഴെ പോയി കഴിഞ്ഞാൽ അത് അസിഡിക് ആകും. അസിഡിക് ആകുമ്പോൾ റൂമൻ ബാക്ടീരിയകൾ ചത്തുപോവുകയും പശുവിന് ആസിഡോസിസ് എന്ന ഒരു രോഗാവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ രാവിലെ കുറച്ച് ആഹാരം കൊടുത്തു, പിന്നെ കൊടുക്കാതിരിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഇത് വീണ്ടും കുറച്ച് ആസിഡിക് ആകും. അപ്പോൾ നമ്മൾ റൂമൻ ബാക്ടീരിയ ചത്തുപോവുകയും അല്ലെങ്കിൽ അതിൻ്റെ അളവ് കുറയുകയും ഒക്കെ ചെയ്യും. അപ്പോൾ കൃത്യമായി 24 hours ആഹാരമുണ്ടെങ്കിൽ അവർക്കറിയാം എപ്പോൾ കഴിക്കണമെന്ന്. വിശക്കുമ്പോൾ കഴിക്കും. നമ്മൾ കൂടുതൽ കൊടുത്തു എന്ന് പറഞ്ഞ് പശു ഒരിക്കലും കൂടുതൽ ആഹാരം കഴിക്കില്ല. പശുവിന് ആവശ്യമുള്ള ആഹാരമേ പശു കഴിക്കുകയുള്ളൂ. പശു കഴിക്കും, അത് തികട്ടി അത് പുറത്ത് കൊണ്ടുവരും, വീണ്ടും അത് അയവെട്ടുമ്പോൾ സലൈവയുമായിട്ട് മിക്സ് ചെയ്ത് അതാണ് വീണ്ടും ആൽക്കലൈനാക്കാൻ, അവർ റൂമൻ ആൽക്കലൈൻ നിലനിർത്താൻ സഹായിക്കുന്നത്. അതുകൊണ്ട് 24 മണിക്കൂറും പശുക്കൾക്ക് ഫീഡ് മുമ്പിൽ വേണം, 24 മണിക്കൂറും വെള്ളവും വേണം. നിങ്ങൾ വളരെ നിസ്സാരമായി ചെയ്യാവുന്ന കാര്യമാണ് വെള്ളത്തിൻ്റെ pH കൂടെ ടെസ്റ്റ് ചെയ്യുക. ഇത്രയും മഴയുള്ള, ഏതാണ്ട് 8 മാസവും മഴയുള്ള നമ്മുടെ നാട്ടിൽ pH പലപ്പോഴും ഒരു ആസിഡിക് നേച്ചറിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഓരോ മഴ കഴിയുമ്പോഴും ആസിഡിക് നേച്ചറിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് pH നമ്മൾ ടെസ്റ്റ് ചെയ്യണം. pH ടെസ്റ്റ് ചെയ്തിട്ട് അതൊരു 6.5 താഴെയാണെങ്കിൽ അത് 6.5 മുകളിലേക്ക് ഉയർത്താൻ വേറൊന്നും ചെയ്യേണ്ട. നമ്മുടെ നീറ്റ് കക്ക പൊടിച്ച് എങ്ങാനും ഒരു സ്രോതസ്സിൽ, വെള്ളം വരുന്ന സ്രോതസ്സിൽ ഒരു തുണിയിൽ കെട്ടിയിട്ടാൽ മതിയാകും. pH ഏതാണ്ട് ബാലൻസ് ചെയ്ത് കിട്ടും. അത് നമ്മൾ വീണ്ടും ടെസ്റ്റ് ചെയ്യണം. അധികമായി pH കൂടുന്നുണ്ടോ അല്ലെങ്കിൽ വീണ്ടും കുറവ് തന്നെയാണോ, ഇത് നമ്മളൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ അതും ഒരു നല്ല സംഭവമാണ്. 1 24 മണിക്കൂർ വെള്ളം, 2 ആ 24 മണിക്കൂറും pH ബാലൻസ്ഡ് ആയിട്ടുള്ള വെള്ളം കൊടുക്കാൻ ശ്രമിക്കുക. ഇനി ആഹാരം ഒരു കാരണവശാലും TMR അല്ലാതെ കോൺസെൻട്രേറ്റ് സെപ്പറേറ്റ് കൊടുക്കരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം, കോൺസെൻട്രേറ്റ് കൂടുതൽ കൊടുക്കുമ്പോൾ അസിഡിക് ആകും. നമുക്കറിയാം പശുക്കൾ ഫോറേജ് തിന്ന്, പുല്ല് തിന്ന് ജീവിക്കാൻ വിധിക്കപ്പെട്ട ഒരു ജീവിയാണ്. ഏതോ ഒരു കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നു ഇതിന് പിണ്ണാക്കുകൾ കൊടുത്താൽ കൂടുതൽ അതിന് പാലൊക്കെ ഉത്പാദനശേഷി വർദ്ധിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതൊരു വശം. മറുവശത്തൂടെ നമുക്ക് പിണ്ണാക്ക് തിന്നാൻ പറ്റില്ല. നമ്മളുടെ ആഹാരത്തിൻ്റെ കഴിച്ചതിൻ്റെ അവശിഷ്ടമാണ് ഈ പിണ്ണാക്കുകൾ എന്ന് പറയുന്നത്. നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുത്ത്, ഓയിൽ എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് നമുക്ക് ഓയിൽ ആവശ്യമുണ്ട്. അതിനുശേഷം വരുന്ന ഈ ചണ്ടിയാണ് ഈ പിണ്ണാക്ക്. അപ്പോൾ ഈ പിണ്ണാക്കുകൾ ഉപയോഗയുക്തമാക്കുകയാണ് നമ്മൾ കാറ്റിൽ ഫീഡിലൂടെയും ഒക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ പശുവിൻ്റെ റൂമനെ അട്ടിമറിക്കുകയാണ്. ഒരു മിതമായ രീതിയിൽ മാത്രമേ അട്ടിമറിക്കാവൂ. ഒരു പരിധിക്കപ്പുറം അട്ടിമറിച്ചാൽ തിരിച്ചടിക്കും. ഈ അടുത്ത സമയത്ത് എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടതിന് ശേഷം ഒരു കർഷക സുഹൃത്ത് എന്നെ വിളിച്ച് ചോദിച്ചു, എനിക്കൊരു പശുവുണ്ട്, ഒരു 16-17 ലിറ്റർ പാല് കിട്ടുന്ന നല്ലൊരു ജേഴ്സി പശുവായിരുന്നു. ആ പശു ഇപ്പോൾ രോഗാവസ്ഥയായി വീണുപോയി. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ചോദിച്ചു, അങ്ങ് എത്ര ആഹാരമൊക്കെയാണ് കൊടുക്കുന്നത്? ഞാൻ നല്ല പോലെ ആഹാരം കൊടുക്കും. ആ പശുവിനൊരു 3 നേരമായിട്ടൊരു 11-12 കിലോ പെല്ലറ്റ് ഞാൻ കൊടുക്കും. പിന്നെ അതിനോടൊപ്പം കുറച്ച് പിണ്ണാക്കളൂടെ കൊടുക്കും. ഇത് പശുവിനെ തീർത്തും രോഗാവസ്ഥയിലേക്ക് നയിക്കുന്ന ഒരു ഫീഡിംഗ് രീതിയാണ്. പശുവിന് വിഷം കൊടുത്താൽ പെട്ടെന്ന് ചത്തുപോകും. എന്നാൽ ഇങ്ങനെ പെല്ലറ്റ് ആഹാരങ്ങൾ കൊടുക്കുകയാണെങ്കിൽ പശു പതുക്കെ ചത്തുപോകും. അതുകൊണ്ട് അത് റൂമൻ അറിയാത്ത ഒരു ആഹാര രീതിയാണ്. പശുക്കളുടെ ആഹാരം കൊടുക്കേണ്ട രീതി ഏതാണ്ട് ഇങ്ങനെയൊന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു പ്രൊഡക്റ്റീവ് ആനിമലിന്, അതായത് പാൽ ഉത്പാദിപ്പിക്കുന്ന ആനിമലിന് അതിൻ്റെ ആഹാരം എപ്പോഴും ഡ്രൈ മാറ്ററിലാണ് കണക്കിലെടുക്കേണ്ടത്. ഡ്രൈ മാറ്റർ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേറ്റുകളിൽ, പിണ്ണാക്കുകളിൽ ഏതാണ്ട് 90% ഡ്രൈ മാറ്ററാണ്. അതായത് 10 കിലോ പിണ്ണാക്ക് കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് 90% ഡ്രൈ മാറ്ററാണ്. ഇനി ഒരു 10 കിലോ പുല്ല് കൊടുത്താൽ ഡ്രൈ മാറ്റർ ചിലപ്പോൾ ഒരു 18%, 20% മാക്സിമം ഉണ്ടുള്ളൂ. ബാക്കിയെല്ലാം വെള്ളമാണ്. ഒരു 15% മുതൽ 20% വരെ നോക്കിയാൽ മതി. ഇനി നല്ല ക്വാളിറ്റി സൈലേജ് ആണെങ്കിൽ അതിനകത്ത് ഒരു 30%
ഡ്രൈ മാറ്റർ ഉണ്ടാകും, ചിലപ്പോൾ കുറച്ചുകൂടെ കൂടുതൽ ഡ്രൈ മാറ്റർ ഉണ്ടാകും. പശുക്കളുടെ ആഹാരം കണക്കാക്കേണ്ടത് ഡ്രൈ മാറ്ററിലാണ്. അപ്പോൾ ഒരു ഡ്രൈ മാറ്റർ എത്ര വേണം പശുവിന് എന്ന ഒരു കണക്കിലേക്ക് നമുക്ക് പോകാം. ഒരു സാങ്കല്പികമായിട്ടൊരു പശുവിനെ നമുക്ക് മനസ്സിൽ കൊണ്ടുവരാം. ഒരു 500 കിലോ അല്ലെങ്കിൽ 400 കിലോ വെയിറ്റുള്ള ഒരു പശു, 400 കിലോ വെയിറ്റുള്ള ഒരു പശു എന്നിരിക്കട്ടെ. അത് ഒരു 24 ലിറ്റർ പാല് നമുക്ക് തരുന്നുണ്ട്. 400 കിലോഗ്രാം വെയിറ്റുള്ളൊരു പശു 24 ലിറ്റർ പാല് തരുന്നൊരു പശു. ഈ പശുവിൻ്റെ ആഹാരം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? വളരെ സിമ്പിൾ ഒരു റൂൾ ഓഫ് തമ്പാണ് ഞാൻ പറയുന്നത്. 400 കിലോ വെയിറ്റുള്ള ഒരു പശുവിന് അതിൻ്റെ ബോഡി വെയ്റ്റിൻ്റെ 2% ഡ്രൈ മാറ്റർ, 400ൻ്റെ 2% 8 കിലോ ഡ്രൈ മാറ്റർ. ഇനി 24 ലിറ്റർ പാല് തരുന്നു, അതിൻ്റെ 1/3 33 and 1/3%, 1/3, അതായത് 24ൻ്റെ 1/3 8 കിലോ. അപ്പോൾ 8 + 8 16 കിലോ ഡ്രൈ മാറ്റർ ആ പശുവിന് നമുക്ക് വേണം. ഇനി 16 കിലോ ഡ്രൈ മാറ്റർ കൊടുക്കണമെങ്കിൽ നമ്മളൊരു 18 കിലോ കോൺസെൻട്രേറ്റ് കൊടുത്താൽ മതി. 18ൻ്റെ 90% ഏതാണ്ട് 16 വരുന്നുണ്ട്. അപ്പോൾ പശുവിൻ്റെ ഡ്രൈ മാറ്റർ റിക്വയർമെൻറ്റ് തീർന്നു. പക്ഷേ പശു ചത്തുപോകും. എന്താ കാര്യം? അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പശുവിൻ്റെ റൂമൻ അസിഡിക് ആകുകയും പശുവിന് ആഹാരം ദഹിപ്പിക്കാനുള്ള ബാക്ടീരിയകൾ ചത്തുപോവുകയും പശു ചത്തുപോവുകയും ചെയ്യും. അപ്പോൾ എങ്ങനെയായിരിക്കണം? നമുക്കറിയാം 400 കിലോ വെയിറ്റുള്ള 24 ലിറ്റർ പാല് തരുന്ന ഒരു പശു, അതിൻ്റെ ഡ്രൈ മാറ്റർ റിക്വയർമെൻറ്റ് ബോഡി വെയ്റ്റിൻ്റെ 2%, 400ൻ്റെ 2% 8 കിലോ, പാലിൻ്റെ 1/3, 24ൻ്റെ 3/1 8, 8 + 8 16 കിലോ ആണ്. ഈ 16 കിലോ ഒരു കാരണവശാലും കോൺസെൻട്രേറ്റ് 50%-ലാകാൻ പാടില്ല. 50% കോൺസെൻട്രേറ്റ് വഴിയും 50% ഫോറേജസ് വഴിയായിരിക്കും. ഫോറേജസ് എന്ന് പറഞ്ഞാൽ പുല്ല്, സൈലേജ്, വൈക്കോൽ, ഡ്രൈ മാറ്റർ, ഡ്രൈ വൈക്കോൽ, ഇതിൻ്റെയൊക്കെ ഒരു മിശ്രിതം. അതിനൊക്കെ വിവിധ ലാക്ടേഷനിൽ പല പല അളവുകൾ വ്യത്യാസങ്ങളുണ്ട്. എങ്കിൽ കൂടെ ഇത് മൂന്നും ഈ പറയുന്ന ഫോറേജുകളും കോൺസെൻട്രേറ്റ് മിക്സ് ചെയ്ത് മാത്രമേ പശുവിന് കൊടുക്കാവൂ. അതുതന്നെ ഒരു ദിവസം കൊടുക്കേണ്ടത് 2 നേരമായി കൊടുക്കുക. 3 നേരം കറക്കുന്ന പശുക്കളാണെങ്കിൽ 3 നേരം കൊടുക്കുക. കാരണം ഫ്രഷ് ഫീഡ് വരുമ്പോൾ തിന്നാൻ പശുവിനൊരു താല്പര്യം കൂടുതലായി ഉണ്ടാകും. അപ്പോൾ 24 hours ഫീഡിങ്, അത് തന്നെ TMR ഫീഡിങ്, അത് തന്നെ ഡ്രൈ മാറ്റർ ബേസിസിൽ കണക്കാക്കി കൊടുക്കുക. ഇതൊക്കെ പഠിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നമ്മുടെ കർഷകരെല്ലാവരും വളരെ സമർത്ഥരായ ആൾക്കാരാണ്. അവർക്കിതൊക്കെ പഠിച്ച് മനസ്സിലാക്കാം. നമ്മളിത് മനസ്സിലാക്കണമെങ്കിൽ ദൂരെ എങ്ങും പോകണ്ട, പഞ്ചാബിലോ ഹരിയാനയിലോ ഒക്കെ പോയാൽ മതി. അവിടുത്തെ ഇന്ത്യൻ കർഷകർ തന്നെ അതിസമർത്ഥമായിട്ട് അവർ ഡ്രൈ മാറ്റർ ബേസിലാണ് അവർ ഫീഡിനെ കുറിച്ച് സംസാരിക്കുന്നത്. അങ്ങനെയാണ് അവർ ഫീഡ് ചെയ്യുന്നത്, അങ്ങനെയാണ് അവർ വൻ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, 2001 ഞാൻ ആദ്യമായി പശുവിനെ വളർത്തി തുടങ്ങിയപ്പോൾ കേരളത്തിലെ പശുക്കളുടെ ശരാശരി ഉത്പാദന ശേഷി എന്ന് പറയുന്നത് 10 ലിറ്ററിൽ താഴെയായിരുന്നു. വെറ്റ് ആവറേജ് വാസ് ലെസ് ദാൻ 10 liters. ഇന്ന് 2021 ശരാശരി ഉത്പാദനം 10 ലിറ്ററിൽ താഴെയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ 1 ഇഞ്ച് പോലും മുൻപോട്ട് പോയിട്ടില്ല. എന്നാൽ ഗോ ടു പഞ്ചാബിൽ ഹരിയാനയിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ അത് ഏതാണ്ട് 22, 23, 24, 25 ലിറ്റർ വരെ ആയിരിക്കുന്നു. ഒരു ഡീസൻറ്റ് നല്ല ഫാമിൽ പോയി കഴിഞ്ഞാൽ പഞ്ചാബിൽ ഏതാണ്ട് എല്ലാ ഫാമിലും 25 ലിറ്ററാണ് ആവറേജ്. ഇത് സംഭവിച്ചത് അവിടുത്തെ കർഷകരുടെ മികവ് കൊണ്ടാണ്, ഗവൺമെൻറ് സപ്പോർട്ടോ കാര്യങ്ങളോ കൊണ്ടല്ല. അപ്പോൾ നമ്മൾ മാറണം എന്ന് തീരുമാനിക്കണം. നമ്മളുടെ ഭാവി എന്ത് എന്ന് മനസ്സിലാക്കി മുമ്പോട്ട് പോകണം. നോക്കൂ, നമ്മൾ നേടുന്ന ഓരോ ആവറേജ് പ്രൊഡക്ഷൻ കൂടുന്നതും ഓരോ ലിറ്ററിൻ്റെ വർധനവും നമ്മൾക്ക് മെച്ചമുണ്ടാക്കും. അതുകൊണ്ട് ഫീഡിങ് കറക്റ്റ് ചെയ്യുക. ഞാൻ ആദ്യം സൂചിപ്പിച്ചു, ഒരു ഫാർമർ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കേണ്ടത് ഫീഡിങ് ടൈമിലാണ്. ഒരു ഫാമിൽ ഫീഡിങ് ടൈമിൽ ഫാമർ ഉണ്ടായിരിക്കണം. ദാറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൈം. ഇനി ഫാമറിന് നേരിട്ടുണ്ടാകാൻ പറ്റില്ലെങ്കിൽ അത്രയ്ക്ക് ഉത്തരവാദിത്തോടെ ഫീഡ് ഡിസ്പെൻസ് ചെയ്യുന്ന ഒരാൾ ഫാമിലുണ്ടായിരിക്കണം. അത് 1 24 hours, 2 TMR, 3 TMR മിക്സ് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും കോൺസെൻട്രേറ്റ് അളവ് കൂടരുത്. ഫോറേജ് കൂടിയാലും കോൺസെൻട്രേറ്റ് കൂടരുത്. കാരണം അത് പശുവിൻ്റെ റൂമിനെ വല്ലാത്ത രീതിയിൽ അട്ടിമറിക്കുകയും അത് പശുവിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുകയും ചെയ്യും. നല്ല ആരോഗ്യമുള്ള പശുക്കൾ നല്ലതുപോലെ പാല് തരും, നല്ലതുപോലെ റീപ്രൊഡക്ഷൻ നടത്തും. പ്രൊഡക്ഷനും റീപ്രൊഡക്ഷനും ഒരുപോലെ മികവുള്ളതാകുമ്പോഴേ ഫാം വിജയത്തിലേക്ക് വരികയുള്ളൂ. അതുകൊണ്ട് ഈ കേൾക്കുന്ന കർഷക സുഹൃത്തുക്കൾ ഇത്തരം കാര്യങ്ങൾ
പിന്തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഞാൻ പറഞ്ഞ വീഡിയോയിൽ ചില മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാകാം. ഞാൻ എൻ്റെ അനുഭവ സമ്പത്തിൻ്റെ വെളിച്ചത്തിൽ മാത്രമാണ് പറയുന്നത്. എതിരഭിപ്രായങ്ങളുണ്ടായേക്കാം. ഇതിനേക്കാൾ മികച്ച അഭിപ്രായങ്ങളുള്ളവരുണ്ടാകാം. അതെല്ലാത്തിനുമായി ഞാൻ കാതോർക്കുന്നു. നല്ലത് വരട്ടെ.